ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ കാറിൽ കയറി അർച്ചനയുമായി ബലമായി പോകാൻ സച്ചിയോട് ഗുണ്ടകൾ നിർബന്ധിക്കുമ്പോൾ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് സച്ചിയോട് പോകാനായിട്ട് അയാൾ ആവശ്യപ്പെട്ടു. സച്ചി ഉടനെ ഭയന്നിരിക്കുന്ന അർച്ചനയെ നോക്കിയിട്ട് സച്ചി പറഞ്ഞു, അർച്ചന പേടിക്കണ്ട, താൻ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് അർച്ചനയെ സമാധാനപ്പെടുത്തി. ഉടനെ ഗുണ്ടകൾ സച്ചിയുടെ കഴുത്തിന് കത്തി വെച്ച് വണ്ടി എടുക്കടാ, എത്രയും വേഗം ആ ഓട്ടോയെ പിന്തുടർന്ന് ഓട്ടോയ്ക്ക് മുന്നിലെത്തണം, പോടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വണ്ടി എടുക്കാനായി സച്ചിയോട് അറിയിച്ചു. സച്ചി ഭയന്ന് വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ആ പാമ്പ് പത്തി വിടർത്തി അവരെ തന്നെ നോക്കിയിരുന്നു. സച്ചിയുടെ നേരെ കത്തിയും നീട്ടി വേഗം വണ്ടി എടുക്കാനായി നിർബന്ധിച്ചുകൊണ്ട് അവർ ഭയപ്പെടുത്തി സച്ചിയോട് ഡ്രൈവ് ചെയ്യാൻ പറയുമ്പോൾ സച്ചി ഭയത്തോടെ അർച്ചനയ്ക്ക് ആപത്തൊന്നും വരുത്തരുതെന്നുള്ള ആശങ്കയിലും അർച്ചനയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായി വേഗം വണ്ടിയുമായി ആ പോയ ഓട്ടോയെ പിന്തുടർന്ന് ചേസ് ചെയ്ത് വേഗം ആ ഓട്ടോയ്ക്ക് മുന്നിലേക്ക് കാറ് കൊണ്ടുവന്ന് നിർത്തുന്നു. ഓവർടേക്ക് ചെയ്ത് കാർ അങ്ങ് നിർത്തിയതും വണ്ടി നിർത്തിയ മോളിക്കുട്ടി ഇതെന്താണ് എന്ന അതിശയത്തിൽ നോക്കുമ്പോൾ മോളിക്കുട്ടിയും കൃഷ്ണയും ഓട്ടോയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ കാഴ്ച കണ്ട് ഗുണ്ട വേഗം പുറത്തേക്കിറങ്ങിയിട്ട് അയാള് കൃഷ്ണയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, നീയൊക്കെ എന്താടി കരുതിയത്? നീയൊക്കെ പകല് രക്ഷപ്പെട്ടു, എന്നാലേ ഇനി നീയൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ നിമിഷം നിന്നെ ഞാനങ്ങ് തീർത്ത് കളയാൻ പോവാ എന്ന് പറഞ്ഞ് ആ ഗുണ്ട തൻ്റെ കയ്യിലിരിക്കുന്ന കത്തിയെടുത്ത് കൃഷ്ണയെ കൊല്ലാനായിട്ട് കത്തി ഉയർത്തി പിടിക്കുമ്പോഴേക്കും ഈ കാഴ്ച കണ്ട സച്ചി ആകെ ഭയന്ന് വേഗം അയാളുടെ അരികിലേക്ക് ചെന്നു. ഈ സമയം അവരെ പിന്തുടർന്ന് ആ നാഗവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അർച്ചന കാറിൽ നിന്ന് ഭയത്തോടെ കൃഷ്ണയെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആകെ ആശങ്കപ്പെട്ട് നോക്കിയിരിക്കുമ്പോൾ കൃഷ്ണയെ കൊല്ലുവാനായി കത്തി പിടിച്ചുയർത്തി കൃഷ്ണയ്ക്ക് നേരെ പാഞ്ഞെടുത്ത ആ ഗുണ്ടയുടെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് സച്ചി. ഇത് കണ്ടത് അയാൾ സച്ചിയുടെ നേരെ തട്ടിക്കയറി. എന്താടാ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു, അല്ല നിങ്ങൾ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? എന്തിനാ ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നിന്റെ കാര്യത്തിൽ പെടുന്നതല്ല. നിന്റേതായ കാര്യങ്ങൾ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്നും നീ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൃഷ്ണയെ കൊല്ലുവാനായിട്ട് കത്തി ഉയർത്തിപ്പിടിക്കുന്ന കൃഷ്ണയുടെ മരണം താൻ ഉറപ്പുവരുത്തുമെന്നുള്ള ചിന്താഗതിയിൽ കൃഷ്ണയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ആ അയാളുടെ ആ ഗുണ്ടയുടെ നീക്കം കണ്ട് ഭയത്തോടെ അരികിലേക്ക് ഓടിയെത്തി വീണ്ടും കൃഷ്ണയെ അപായപ്പെടുത്താതിരിക്കാനായിട്ട് അരികിലേക്ക് വരുന്ന അർച്ചന ഗുണ്ടകളുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ സച്ചി അർച്ചനയെയും സുരക്ഷിതയാക്കാനായി നോക്കി. സച്ചി കൃഷ്ണയെ പിടിച്ചു നിർത്തുന്നതോടൊപ്പം തന്നെ അർച്ചനയോട് കാറിലേക്ക് ചെന്നിരിക്കാനായി സച്ചി ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ഗുണ്ടകൾ വേഗം സച്ചിക്കരികിലേക്ക് വന്നു. നീ ഞങ്ങളെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നോ? നീ ആണോ ഞങ്ങളെ നിയന്ത്രിക്കാൻ നോക്കുന്നത്? ഞങ്ങൾ വിളിച്ചിട്ടാണ് നീ ഓട്ടം വന്നത്. നിന്നെ തീർക്കാനാണ് കഴിയണ്ടെങ്കിൽ ആദ്യം നിന്നെ ഞങ്ങളങ്ങ് തീർക്കൂടാ, എന്നിട്ട് ഇവിടെ തീർക്കാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് അവർ തള്ളുമ്പോഴേക്കും അടുത്തു നിന്ന് അർച്ചന ആ കാഴ്ച കണ്ട് ഭയത്തോടെ സച്ചിയെ നോക്കി. അയ്യോ സച്ചിയേട്ടാ എന്ന് മനസ്സിൽ അർച്ചന അങ്ങനെ വിളിക്കുമ്പോൾ ഭയന്നുള്ള അർച്ചനയുടെ നോട്ടം സച്ചിക്ക് മനസ്സിലാവുന്നു. സച്ചിയെ നോക്കി അവർ ദേഷ്യത്തോടെ സച്ചിയെ ആക്രമിക്കാനായിട്ട് അവർ പാഞ്ഞെടുക്കുമ്പോഴേക്കും അവിടെ നിന്ന് മറ്റു ഗുണ്ടകളുടെ അടുത്തേക്ക് പാമ്പിഴഞ്ഞു വരുന്ന കാഴ്ച അവർ കണ്ടു. ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ ആശാനെ ഞങ്ങൾ അപ്പുറത്തെ വളവിൽ കാണുമെന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്താ പറ്റിയെന്നറിയാതെ ആ ഗുണ്ടത്തലവൻ സംശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാറ് അവർക്കരികിലേക്ക് വന്ന് നിർത്തിയത്. കാറിൽ നിന്ന് നവീൻ ഇറങ്ങുന്നത് കണ്ടതോടെ കൃഷ്ണൻ ഞെട്ടി. ദൈവമേ, ആരുടെ കണ്ണിൽ പെടാതിരിക്കണം എന്ന് ആഗ്രഹിച്ചു അയാൾ തന്നെയാണല്ലോ മുന്നിലേക്ക് വന്നതെന്ന് ഭയന്ന് വിറച്ച് അങ്ങനെ നോക്കി വെക്കുമ്പോഴേക്കും കൃഷ്ണയ്ക്ക് അരികിലേക്ക് നവീൻ നടന്നെത്തി. നവീൻ വന്ന് നോക്കുമ്പോൾ കൃഷ്ണ ആ ഓട്ടോയ്ക്കരികിൽ നിൽക്കുന്നത് കണ്ടു. ഉടനെ നവീൻ ചോദിച്ചു, എന്താണ് കഥ, താനത് എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കൃഷ്ണയ്ക്കരികിലേക്ക് നവീൻ ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ ഗുണ്ട പിടിച്ചു നിർത്തി. എങ്ങോട്ടാടാ ചക്ക നീ പോകുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്നോ, അതാ നിനക്ക് നല്ലത്. നിന്റെ തടി രക്ഷപ്പെടണമെങ്കിലേ വേഗം നീ അങ്ങ് പൊക്കോ. ഇത് കണ്ടോ, ഇതെന്താണെന്ന് അറിയാവോ? ഇതേ ദേഹത്ത് കൊണ്ടാലേ ചോര പൊടിയും, മനസ്സിലായോടാ എന്ന് ചോദിച്ച് നവീനെ ഭീഷണിപ്പെടുത്തുകയാണ് ഗുണ്ട. ഉടനെ തന്നെ നവീൻ തൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഗണ്ണിങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് അത് അയാളുടെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്താണെന്നറിയാവോ തനിക്ക്? ഇത് തൻ്റെ തലയ്ക്ക് നേരെ അങ്ങ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ തനിക്ക് ഒന്ന് മിണ്ടാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല, മനസ്സിലായോടോ എന്ന് ചോദിച്ച് കത്തിയെ ഇത് വെച്ചുള്ള പണി കിട്ടണ്ട എന്നുണ്ടെങ്കിൽ വേഗം താൻ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് തോക്ക് ചൂണ്ടിക്കാണിച്ച് നവീൻ ഗുണ്ടയെ ഭീഷണിപ്പെടുത്തിയതും ഗുണ്ട ഭയത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. നവീൻ ആ ഗണ്ണിലെ ഉണ്ടകൾ ലോഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നെന്ന് കണ്ടപ്പോൾ
അയാൾ വേഗം തന്നെ ഭയത്തോടെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും നവീൻ പിന്തിരിഞ്ഞ് നോക്കിയത് അടുത്ത് നിൽക്കുന്ന സച്ചിയെ കണ്ട് അതിശയത്തോടെ നവീൻ ചോദിച്ചു, ആഹാ, സച്ചിയേട്ടനല്ലേ? അത് കണ്ടതോടെ എന്ത് പറയണമെന്നറിയാതെ സച്ചി ഇങ്ങനെ അന്തിച്ചു നോക്കുമ്പോൾ, സച്ചിയേട്ടൻ എന്നെ മനസ്സിലായില്ലേ? എന്നെ കണ്ടിട്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം വർഷങ്ങൾ കുറേ ആയല്ലോ. പക്ഷേ എൻ്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ നവീൻ എന്ന് പറഞ്ഞപ്പോൾ സച്ചി വലിയ അതിശയത്തോടെ ചോദിച്ചു, ആഹാ, നവീനോ? അത് ശരി. എടാ, നീ ആളാകെ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നവീൻ സന്തോഷത്തോടെ കുശലാന്വേഷണം നടത്തിയപ്പോൾ നവീൻ പറഞ്ഞു, ഇന്നിവിടെ ഈ ക്ഷേത്രത്തില് പൂജ നടക്കുന്നുണ്ടല്ലോ, ദമ്പതി പൂജ. അതിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ. സച്ചിയേട്ടനും കുടുംബസമേതം അതിനെത്തിയതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിൽക്കുന്ന അർച്ചനെ നോക്കിയിട്ട് സച്ചി വേദനയോടെ നവീനോട് പറഞ്ഞു, അല്ല, ഞാനിവിടെ ഒരു ഓട്ടത്തിന് വന്നതാണ്. ഇപ്പം ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. കുറച്ച് നാളായി അങ്ങനെയാണ് ഇപ്പം എൻ്റെ റോള് എന്നറിയിച്ചു. എല്ലാം കേട്ടതോടെ നവീൻ പറഞ്ഞു, മനസ്സിലായി. സച്ചിയേട്ടന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും കുറച്ച് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് നവീൻ പറയുമ്പോൾ അതെല്ലാം കേട്ട് സച്ചി സന്തോഷത്തോടെ നവീനോട് താൻ ആരാണെന്ന് പറയാൻ, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാൻ നവീൻ ശ്രമിക്കുമ്പോഴേക്കും വേഗം മുൻ നിൽക്കുന്ന കൃഷ്ണയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട്, അയ്യോ, ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്ന് സച്ചിയോട് ചോദിച്ചു. സച്ചി അത് കണ്ടതും അതിശയത്തോടെ നവീനോട് ചോദിച്ചു, അല്ല, ഈ കുട്ടിയെ നവീന് പരിചയമുണ്ടോ? ആ, ചെറിയൊരു പരിചയം. എൻ്റെ ഭാര്യയാണ് എന്ന് നവീൻ കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചിയോട് അറിയിച്ചു. എടോ, ഇത് സച്ചിയേട്ടൻ, എൻ്റെ സ്വന്തം സച്ചിയേട്ടൻ, നെല്ലിശ്ശേരിയിലെ മാധവനങ്കിൾ എൻ്റെ അച്ഛൻ്റെ വലിയ സുഹൃത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അർച്ചനയിൽ മാറ്റമൊന്നും കാണാത്തതുകൊണ്ട് സച്ചി ആകെ വേദനയോടെ അർച്ചനയെ ഒന്ന് നോക്കി. അർച്ചന ഒന്നും മിണ്ടാതെ പെട്ടെന്ന് കാറിലേക്ക് ചെന്നിരിക്കുമ്പോൾ സങ്കടത്തോടെ സച്ചി അതിനെയൊക്കെ നോക്കി കാണുകയാണ്. ആകെ സങ്കടപ്പെട്ട് സച്ചി അങ്ങനെ നോക്കിക്കുമ്പോഴേക്കും ഉടനെ വേഗം തന്നെ സച്ചി കാറിലേക്ക് വന്ന് കയറി. സച്ചി വണ്ടി എടുക്കാനായിട്ട് അർച്ചന കാത്തിരിക്കുന്ന പോലെ ഉടനെ അർച്ചന പറഞ്ഞു, വേഗം പോവാം, നമുക്ക് എത്രയും വേഗം ഗസ്റ്റ് ഹൗസിൽ എത്തണം. അപ്പോഴും സച്ചി പറഞ്ഞു, അർച്ചന, എന്നെ എന്നെ അർച്ചനയ്ക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ ആരാണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ സച്ചിയോട് വേഗം വണ്ടി എടുക്കാനായി അർച്ചന പറഞ്ഞ് വണ്ടിയുമായിട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും സച്ചിയോടൊപ്പമുള്ള തനിച്ചുള്ള ആ രാത്രിയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അർച്ചനയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കകളായിരുന്നു. എല്ലാ സത്യങ്ങളും ഈ നിമിഷം സച്ചിയേട്ടനോട് തുറന്നു പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ സച്ചിയേട്ടനോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എനിക്കെൻ്റെ സച്ചിയേട്ടൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവനാണ് എന്ന് അർച്ചന മനസ്സിലങ്ങനെ പറയുമ്പോൾ സച്ചി അർച്ചന ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കുന്നു. അർച്ചന തന്നെ ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുന്നു എന്ന ചിന്ത സച്ചിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അർച്ചന താൻ എന്നെ തിരിച്ചറിയാതിരിക്കുമ്പോൾ സത്യത്തിൽ ഈ സച്ചിയുടെ ജീവിതം തന്നെ അവസാനിച്ചു. ഞാൻ ജീവിച്ചിരിക്കുക പോലും ചെയ്യണ്ട എന്ന് എനിക്ക് തോന്നുകയാണ്. അർച്ചനയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയാതാകുന്ന ആ നിമിഷം ഈ സച്ചിയുടെ മരണം തന്നെയാണ് എന്ന് സച്ചി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേദനയോടെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അർച്ചന ചിന്തിച്ചത് സച്ചി തന്നെ സ്നേഹിച്ച നിമിഷങ്ങൾ ഓരോന്നുമായിരുന്നു. അങ്ങനെ തന്നെ സ്നേഹം കൊണ്ട് മൂടിയിട്ടുള്ള ആ നിമിഷങ്ങൾ ചിന്തിച്ച് അർച്ചന കാറിലിരിക്കുമ്പോൾ പെട്ടെന്ന് സച്ചി വണ്ടി നിർത്തി. എന്തു പറ്റിയെന്നറിയാതെ അർച്ചന ചുറ്റുപാടും നോക്കി. സച്ചി വണ്ടി നിർത്തി വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മനസ്സുരുക്കിക്കൊണ്ടിരിക്കുകയും സച്ചിക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. സച്ചി പുറത്തേക്കിറങ്ങി സങ്കടം സഹിക്കാനാകാതെ കണ്ണു നിറഞ്ഞ് കണ്ണുനീർ വാർന്നു പോകുന്നത് അർച്ചന വേദനയോടെ നോക്കി. സച്ചിയേട്ടൻ്റെ മനസ്സുരുകുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇത്രത്തോളം സച്ചിയേട്ടനെ വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല സച്ചിയേട്ടാ. സച്ചിയേട്ടൻ എന്നോട് ക്ഷമിക്കുകയും എത്രയും വേഗം തന്നെ ഞാൻ സച്ചിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും. ഒരു ഒരു നിമിഷം പോലും ഇനി അകന്നിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. ആ കുറച്ച് സമയങ്ങൾ കൂടി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. സച്ചിയേട്ടനിലേക്ക് എനിക്ക് തിരിച്ചു വരാനും കഴിയും. അതുകൊണ്ട് സച്ചിയേട്ടൻ കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കെ. ഞാൻ നമ്മുടെ മോളുമായിട്ട് ഉടനെ തന്നെ സച്ചിയേട്ടൻ്റെ അടുത്തേക്ക് എത്തും എന്ന് അർച്ചന മനസ്സിൽ പറഞ്ഞു. സച്ചി അവിടേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അർച്ചന വേഗം കാറിൽ നിന്ന് വിളിച്ചു. അല്ല, ഇതെന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ സച്ചി വേഗം അർച്ചനയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അർച്ചന, അർച്ചന, എനിക്ക് അല്പനേരം ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, ഞാൻ അർച്ചനയല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ തൽക്കാലം എനിക്ക് പോകണം. എനിക്ക് എത്രയും വേഗം ഗസ്റ്റ് ഹൗസിലെത്തണം. ഗോകുൽ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അർച്ചന, അർച്ചന, തനിക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ?
ഞാൻ പറയുന്നത് ഒന്ന് കേട്ടൂടെ? മറ്റാർക്കെങ്കിലും സംഭവിച്ചൊരു കഥയായിട്ടെങ്കിലും എന്ന് പറഞ്ഞ് അർച്ചന എന്ന് വിളിച്ചതും ആ വിളി കേൾക്കുന്നത് ഇഷ്ടപ്പെടാതെ മുഖം തിരിക്കുന്ന അർച്ചനയോട് സോറി സമൃദ്ധ, ഞാൻ പറയുന്നത് ഒന്ന് കേട്ടൂടെ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി നടന്നോളാം എന്ന് പറഞ്ഞ് അർച്ചന ബഹളം വെച്ചതും സച്ചി എത്ര പറഞ്ഞിട്ടും അർച്ചന കേൾക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് നിരാശയോടെ കാറിൽ കയറി വണ്ടി എടുക്കാനായിട്ട് ഒരുങ്ങി. സച്ചി അപ്പോഴേക്കും പെട്ടെന്ന് പിന്തിരിഞ്ഞ് അർച്ചനയോട് കയ്യിൽ പിടിച്ചുകൊണ്ട് സച്ചി ചോദിച്ചു, എടോ ഞാൻ പറയുന്നത് തനിക്കൊന്ന് കേൾക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചപ്പം എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് അർച്ചന സച്ചിയോട് ദേഷ്യപ്പെട്ടു. സച്ചിയുടെ കൈ തട്ടി മാറ്റി അർച്ചന ദേഷ്യപ്പെടുമ്പോഴേക്കും സച്ചി വേഗത്തിൽ കാർ ഡ്രൈവ് ചെയ്തു തുടങ്ങി. അർച്ചന മനസ്സിൽ പറഞ്ഞു, സച്ചിയേട്ടാ, എനിക്ക് സച്ചിയേട്ടനെ ഒരു പേടിയുമില്ല. സച്ചിയേട്ടനൊപ്പം ഞാനുള്ളപ്പം ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും പെരുമാറാൻ കഴിയുന്നില്ല എന്ന് മനസ്സിൽ വേദനയോടെ അർച്ചന പറയുമ്പോൾ സച്ചി വേഗം വണ്ടി നിർത്തി. എന്തു പറ്റിയെന്ന് അർച്ചന ചോദിച്ചപ്പോഴേക്കും സച്ചി പറഞ്ഞു, വഴി തെറ്റി, വഴി തീർന്നു, ഇനി തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് സച്ചി വേഗം വണ്ടി റിവേഴ്സ് എടുത്ത് കാറ് മുന്നോട്ട് നീക്കി. അർച്ചനയുടെ മനസ്സിൽ അപ്പോഴും സച്ചി കൃഷ്ണയുടെ ജീവൻ രക്ഷിക്കാനായി പിന്നാലെ പുറപ്പെട്ട ആ നിമിഷത്തിൽ അർച്ചന സച്ചി സ്നേഹത്തോടെ തന്നെ കൂടെ കൂട്ടിയതായിട്ടുള്ള നിമിഷങ്ങളെല്ലാം ഓർത്ത് അർച്ചന സങ്കടപ്പെട്ടു. സച്ചി തൻ്റെ കയ്യിൽ പിടിച്ചതൊക്കെ ഓർത്ത് അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതിനിടയിൽ അർച്ചനയോട് സച്ചി പറഞ്ഞു, അർച്ചന, എൻ്റെ ഭാര്യ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അവളെ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതായിരുന്നില്ല. പക്ഷേ പിന്നീട് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പിന്നീട് എൻ്റെ ജീവനും ജീവിതവും വഴികാട്ടിയും ഒക്കെയായി മാറി. എൻ്റെ വഴികാട്ടിയും എൻ്റെ വിശ്വാസവും എൻ്റെ സ്നേഹവുമെല്ലാം അവളായിരുന്നു. ഒടുവിൽ എൻ്റെ ജീവൻ പോലും അവൾ തന്നെയായിരുന്നു എന്ന് സച്ചി അറിയിച്ചു. ഞങ്ങളുടെ അച്ഛൻ നെല്ലിശ്ശേരി സേതുമാധവൻ സ്വന്തം മക്കളെക്കാളേറെ മരുമകളെ സ്നേഹിച്ച മനുഷ്യൻ. ആ മനുഷ്യനെ പോലും, അങ്ങനെ ഒരാളെ പോലും ഇപ്പോൾ എൻ്റെ അർച്ചനയ്ക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ച് സച്ചി വേദനയോടെ വണ്ടി നിർത്തിയിട്ട് അർച്ചനയെ നോക്കി. ഒന്നും മിണ്ടാതെ അങ്ങനെ അർച്ചന ഇരിക്കുമ്പോൾ ആ സീറ്റിൽ കൈവച്ചിരിക്കുന്ന അർച്ചനയുടെ കൈകളിൽ സച്ചി തൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചു. എന്താ ഇത് എന്ന് ചോദിച്ച് അർച്ചന വേഗം കൈ പിൻവലിച്ചിട്ട് വേഗം വണ്ടി എടുക്കാനായി അർച്ചന സച്ചിയോട് അറിയിച്ചു. ഉടനെ സച്ചി പറഞ്ഞു, കോട ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഉടനെ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വേദനയോടെ സച്ചി അങ്ങനെ നിൽക്കുമ്പോഴേക്കും അർച്ചന ആകെ വിഷമത്തിൽ ഈ ചുറ്റുപാടുമെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഭയന്ന് അർച്ചന അങ്ങനെ ഇരുന്നു. ഒടുവിൽ കോട മാറാതെ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാനാവില്ല എന്ന് സച്ചി അർച്ചനയോട് അറിയിക്കണം. ആകെ ടെൻഷനോടെ അർച്ചന കാറിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞതും അർച്ചന പെട്ടെന്ന് മയങ്ങി തുടങ്ങി. അർച്ചന ഉറക്കത്തിലായെന്ന് മനസ്സിലാക്കിയതോടെ സച്ചി അർച്ചനയ്ക്ക് പൊതിക്കാനായിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ ബ്ലാങ്കറ്റ് എടുത്ത് അർച്ചനയുടെ അടുത്തേക്ക് ചെന്ന് അർച്ചനയ്ക്ക് ആ പുതപ്പ് സച്ചി പുതപ്പിച്ചു കൊടുത്തു. മയക്കത്തിനിടയിലാണെങ്കിലും സച്ചിയേട്ടൻ തൻ്റെ അരികിലേക്ക് വന്നതൊക്കെ അർച്ചന കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അരികിൽ വന്ന് സച്ചിയേട്ടൻ തനിക്ക് ആ പുതപ്പ് പുതപ്പിച്ച് തന്നതൊക്കെ സച്ചി മനസ്സിലാക്കി. സച്ചിയേട്ടൻ്റെ സ്നേഹവും തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ അർച്ചന ബ്ലാങ്കറ്റ് ചേർത്ത് പിടിച്ച് അങ്ങനെ പതിയെ കിടന്നുറങ്ങി. അതിനുശേഷം അല്പനേരം കഴിഞ്ഞതും നേരം പുലർന്നപ്പോൾ ഉറക്കമുണർന്ന അർച്ചനയുമായി സച്ചി വീണ്ടും അവിടുന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ഉറക്കമുണർന്ന ഗൂഗിൾ അരികിൽ അർച്ചനയെ കാണാതായതോടെ സമൃദ്ധി എവിടെ പോയെന്ന ടെൻഷനിൽ വേഗം സമൃദ്ധ എന്ന് വിളിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഗസ്റ്റ് ഹൗസിൻ്റെ വാതിക്കലേക്ക് സച്ചി എത്തിക്കഴിഞ്ഞിരുന്നു. വണ്ടി വന്ന് നിർത്തിയതും അർച്ചന വേഗം കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറാനായി ഗസ്റ്റ് ഹൗസിൻ്റെ പടി കടന്നപ്പോൾ പിന്തിരിഞ്ഞ് സച്ചി ഒന്ന് നോക്കി. സച്ചി വളരെ പ്രതീക്ഷയോടെ അർച്ചനയെ നോക്കുമ്പോഴേക്കും പിന്തിരിഞ്ഞ് അർച്ചന സച്ചിയെ നോക്കിയിട്ട് ഒരു താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞ് അർച്ചന പോകുമ്പോൾ വേദനയോടെ സച്ചി അർച്ചനയെ തന്നെ ഉറ്റുനോക്കി അങ്ങ് നിന്നു. ഈ സമയത്താണ് ഗൂഗിൾ അർച്ചനയെ കാണാതെ പരിഭ്രാന്തനായിട്ട് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അർച്ചന അകത്തേക്ക് കയറി വരുന്ന കാഴ്ച കണ്ടത്. സമൃദ്ധ, താനത് എവിടെയായിരുന്നോ എന്ന് ചോദിച്ച് വേഗം അരികിലേക്ക് എത്തി ഗൂഗിൾ അന്വേഷിച്ചു. ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. രാവിലെ കുറച്ചു നേരം അവിടെ പോയി ഇരുന്നു എന്നറിയിച്ചു. അത് ശരി, താൻ എഴുന്നേറ്റപ്പോഴെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാനും കൂടെ വരാമായിരുന്നല്ലോ. ക്ഷേത്രത്തിലോ ആൽത്തറയിലോ എവിടെ വേണേലും നമുക്ക് ഒരുമിച്ച് പോയി ഇരിക്കാമായിരുന്നല്ലോ എന്ന് ഗൂഗിൾ അറിയിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ ഗൂഗിൾ നല്ല മയക്കത്തിലായിരുന്നു. പിന്നെ ഗൂഗിളിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയെന്ന് അർച്ചന പറഞ്ഞിട്ട് ഗൂഗിളിനെ ഒന്ന് നോക്കി ചിരിച്ച് അർച്ചന മുകളിലേക്ക് പോകുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, എടോ, ഇനിയിപ്പോൾ പൂജയ്ക്ക് പങ്കെടുക്കാനുള്ളതല്ലേ, വേഗം നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം, താൻ കയറുക എന്ന് പറഞ്ഞ് ഗൂഗിൾ വേഗം മുകളിലേക്ക് പോകുമ്പോഴും അർച്ചന ആകെ പരിഭ്രാന്തിയോടെ പിന്തിരിഞ്ഞ് സച്ചിയെ ഒന്ന് നോക്കുന്നു. സച്ചിയിലെ മാറ്റങ്ങളൊന്നും സച്ചിയേട്ടൻ തന്നെ
താൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളൊന്നും സച്ചിയേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന സമാധാനത്തിൽ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും വേദനയോടെയും സങ്കടത്തോടെയും സച്ചിയെ തന്നെ നോക്കി അർച്ചന അവിടെ നിൽക്കുമ്പോൾ മുകളിലേക്ക് കയറിപ്പോയ ഗോകുൽ വീണ്ടും അവിടെ നിന്ന് സമൃദ്ധിയെ പിടിച്ചു. പിന്നീട് ഗോകുലും സമൃദ്ധിയും റെഡിയായി ദമ്പതി പൂജയ്ക്കായി ക്ഷേത്രത്തിലേക്ക് വന്നെത്തി. അവിടെ എത്തി പൂജാകർമ്മങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് പൂജയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന സമൃദ്ധിയോടും ഗോകുലിനോടും അടുത്തിരിക്കുന്ന നവീനോടും ഗാദിയോടുമായിട്ട് പൂജാരി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറുകമാല നിങ്ങളുടെ ഭർത്താവിൻ്റെ കഴുത്തിൽ അണിയിച്ചോളാനായിട്ട് അറിയിച്ചു. അത് കേട്ടതും പരിഭ്രമത്തോടെ ആ തുളസിമാല കയ്യിലിരിക്കുന്ന കറുകമാല തൻ്റെ അടുത്തിരിക്കുന്ന ഗോകുലിൻ്റെ കഴുത്തിലിടാൻ വല്ലാത്ത പരിഭ്രമം കാണിക്കുന്ന അർച്ചനയെ നോക്കി അതിശയത്തോടെ ഗോകുൽ നോക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് അവിടെ നടക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷിയാകാനായി അവന്തികയും അവിടേക്ക് എത്തിച്ചേർന്നത്. അവന്തിക ആ കർമ്മത്തിന് സാക്ഷിയാകാനും എന്നേക്കുമായി അർച്ചന ഗോകുലിൻ്റെതായിട്ട് മാറാൻ പോകുന്നു എന്നുള്ള ആ നിമിഷം കണ്ട് ആഘോഷിക്കാനെത്തിയ അവന്തികയുടെ മുന്നിലേക്ക് ആ സർപ്പം പ്രത്യക്ഷപ്പെട്ടു. ആ ദേവനാഗം അരികിലേക്ക് വന്നതും അവന്തികയെ പിന്തുടർന്നെത്തി അവന്തികയുടെ കാലിൽ അത് ദംശിച്ചു. അങ്ങനെ ആ സർപ്പത്തിൻ്റെ ദംശനമേറ്റ് ബോധം കെട്ട് വായിൽ നിന്ന് നുരയും പതയും വീണ് നിലത്ത് കിടന്ന് ജീവൻ നഷ്ടമാവുകയാണ് അവന്തികയ്ക്ക്. ആ കാഴ്ച കണ്ട് അതിന് സാക്ഷിയായി നിന്ന അർച്ചന ആ നിമിഷം തനിക്ക് ഗോകുലിനെ സ്വീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് വേഗം എഴുന്നേറ്റു. സച്ചിയേട്ടാ എന്ന് അർച്ചന അവിടെ നിന്ന് ഉറക്കെ വിളിക്കുന്നതോടെ സച്ചി പ്രതീക്ഷയോടെ അർച്ചനയെ നോക്കുന്നു. ഒടുവിൽ അരികിലേക്ക് ഓടി വന്ന സച്ചിയുടെ കഴുത്തിലേക്ക് അർച്ചന ആ മാല ചാർത്തി. അങ്ങനെ സച്ചിയെ സ്വയം സ്വീകരിച്ച് സച്ചി എന്ന ആ ഓർമ്മകൾ തന്നിലേക്ക് തിരിച്ചു വന്ന എന്ന തിരിച്ചറിവ് ഗോകുലിനും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അർച്ചനയും സച്ചിയും ഒന്നിക്കുന്നു.